വെൽക്കം ടു സരിത വ്ളോഗ്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. 4 പ്രോഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ 4 പ്രോഡക്ട്സും ഡെർമറ്റോളജി ടെസ്റ്റ് ചെയ്തിട്ടുള്ളതും ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതുമാണ്. 100% ആയുർവേദിക് പ്രോഡക്റ്റുമാണ്. സിന്തറ്റിക് ഡൈസ് ഇല്ല, കളറൻ്റ് ഇല്ല, മിനറൽസ് ഓയിലും ഇല്ല. ആദ്യത്തേത് ക്ലെൻസറാണ്. വെറ്റ് ഫേസിൽ നമ്മളിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മുഖം വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ ടവൽ ജസ്റ്റ് നമ്മൾ ഒപ്പിയെടുത്തതിന് ശേഷം കുറച്ചത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ് ടൈം കൊടുക്കുക. ഈ 4 പ്രോഡക്ട്സിനുണ്ടല്ലോ ഭയങ്കര ഒരു സ്മെല്ലാണ്. സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകും. ആ രീതിയിലുള്ള ഒരു സ്മെല്ലാണ് ഇതിൽ അവർ ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. ടോണർ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം നമ്മൾ. കാരണം ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറമാണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ഡ്രോപ്സ് എടുക്കുക. നമ്മുടെ നെറ്റിയിലും നമ്മുടെ 2 കവിളിലും കുറച്ച് നമ്മൾ ജസ്റ്റ് ഡാപ്പ് ചെയ്ത് അതിനെ നന്നായിട്ട് ബ്ലെമിഷ് ചെയ്യുക. അതിൻ്റെ ഒരു സ്മെല്ലും ഭയങ്കര ഒരു സ്മെല്ലാണ്. ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും. കാരണം എൻ്റെ ഫേസ് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. എപ്പോഴും ഒരു മൊരിച്ചിൽ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഗ്ലോ ഫീൽ ചെയ്യാനായിട്ട് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. എന്നോട് പലരും പറയാറുണ്ട് ഇപ്പം സ്കിന്നിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് 1 മോയ്സ്ചറൈസർ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ, ഒരു ചെറിയ പഫ് മതി കേട്ടോ. ഇതും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കുറച്ചെടുക്കുക. ജസ്റ്റ് എല്ലാം ഇങ്ങനെ ടാബ് ചെയ്ത് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഐബ്രോ, നമ്മുടെ കണ്ണിൻ്റെ സർക്കിള്, ചീക്ക്, നമ്മുടെ ഈ കഴുത്ത്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിനെ റിലീഫ് ചെയ്യാനായിട്ട് വിടുക. അപ്പോഴേക്കും നമ്മുടെ സ്കിൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ ഇടാം. ഇട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റേതായിട്ടുള്ള ഒരു റിയൽ ഗ്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. ഒരു ഫൗണ്ടേഷനും പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല. എനിക്കിതാണ് ഇഷ്ടം ഇപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട്. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ. മറ്റേ ഓയിൽ കണ്ടൻ്റൊക്കെ വരുന്ന ഒരു പ്രോഡക്റ്റ്സ് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ എനിക്ക് എന്തോന്നും അറിയത്തില്ല, ഞാൻ അത്രയധികം എൻ്റെ ഹാർട്ടിൽ നിന്ന് ഞാൻ പറയുന്നു ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. എല്ലാവരും യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ. ടേക്ക് കെയർ.